भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ സപ്തമോധ്യായ. ശ്രീഭഗവാനുവാച യദാദ്ധമാം മഹാഭാഗാ തच्चिकीर्षितमेव मे ब्रह्मा भवो लोकपालाः सर्वासं मेभिकाङ्क्षिणा मया निष्पादितं ह्यत्र देवकार्यमशेषता यदर्थमवतीर्णोऽहमंशेन ब्रह्मणार्थिता कुलं वैशापनिर्दग्धं नङ्क्ष्यत्यन्योन्यविग्रहाल् समुद्रसप्तमेऽन्येतां पुरीं च प्लावयिष्यति यर्ह्येवायं मया त्यक्तो लोकोऽयं नष्टमङ्गला भविष्यत्यचिराल् साधो कलिनापि निराकृता न वस्तव्यं त्वयैवेह मया त्यक्ते महीतले जनोधर्मरुचिर्भद्रा भविष्यति कलौ युगे त्वं तु सर्वं परित्यज्य स्नेहं स्वजनबन्धुषु मय्यावेश्य मनः सम्यक् समदृग्विचरस्वगाम् यदिदं मनसा वाचां चक्षुर्भ्यां श्रवणादिभिः नश्वरं गृह्यमाणं च विद्धि माया मनोमयं पुंसो युक्तस्य नानार्थो भ्रमः स गुणदोषभाक् कर्माकर्म विकर्मेति गुणदोषधियोभिधा तस्मात् युक्तेन्द्रियग्रामो युक्तचित्त इदं जगल् आत्मनीक्षस्व विततमात्मानं मय्यधीश्वरे ज्ञानविज्ञानसंयुक्त आत्मभूतशरीरिणाम् आत्मानुभवतुष्टात्मा नान्तरायैर्विहन्यते दोषबुद्ध्योऽभयातीतो निषेधान्न निवर्तते गुणबुद्ध्या च विहितं न करोति यथार्भका सर्वभूतसुहृच्छान्दो ज्ञानविज्ञाननिश्चया पश्यन्मदात्मकं विश्वं न विपद्येत वै पुनः श्रीशुक उवाच इत्यादिष्टो भगवता महाभागवतो नृपा उद्धवप्रणिपत्याः तत्त्वजिज्ञासुरच्युतं योगेश योगविन्यास योगात्मन् योगसम्भव निःश्रेयसाय मे प्रोक्तस्त्याग सन्न्यासलक्षण त्यागोऽयं दुष्करो भूमन् कामानां विषयात्मभिः सुतरां त्वयि सर्वात्मन्न भक्तैरिति मे मति सोऽहं ममाहमिति मूढमतिर्विगाढस्त्वन्मायया विरचितात्मनि सानुबन्धे तत्त्वञ्जसा निगदितं भवता यथाहं
സംസാധയാമി ഭഗവന്നനുശാധി ഭൃത്യം. സത്യസ്യ തേ സ്വദൃശാത്മനാത്മനോന്യം വക്താരമീശ വിബുധേഷ്വപി നാനുചക്ഷേ. സർവേ വിമോഹിതധിയസ്തവ മായയേ മേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാം. തസ്മാൽഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠവികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമൂഹവൃതിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. ശ്രീഭഗവാനുവാച പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണ സമുദ്ധരന്തി ഹ്യാത്മാനമാത്മനൈവാശുഭാഷയാൽ. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത യൽ പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദത്തെ. പുരുഷത്വേ ച മാം ധീര സാഖ്യയോഗ വിശാരദ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്ത്യുപബൃംഹിതം. ഏകദ്വിത്രിചതുഷ്പാദോ ബഹുപാദസ്തഥാപദ ബഹ്യഃ സന്ധി പുരസൃഷ്ടാസ്താസാം മേ പൗരുഷീ പ്രിയ. അത്ര മാം മൃഗയന്ത്യദ്ധാ യുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണേർക്ഷണൈർലിംഗൈരഗ്രാഹ്യമനുമാനത. അത്രാപ്യുദാഹരന്തീമമിതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിത തേജസ. അവധൂതം ദ്വിജം കശ്ചിച്ചരന്തമകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദു പപ്രച്ഛ ധർമ്മവിൽ യദുരുവാച കുതോ ബുദ്ധിരിയം ബ്രഹ്മന്ന കർത്തുസ്സു വിശാരദ യാമാസാദ്യ ഭവാം ലോകേ വിദ്വാംശ്ചരതി ബാലവൽ. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശസശ്രിയ. ത്വം തു കൽപകവിർദക്ഷ സുഭഗോ അമൃതഭാഷണ ന കർത്താ നേഹസേ കിഞ്ചിൽ ജഡോന്മത്ത പിശാചവൽ. ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിനാ ന തപ്യസേഗ്നിനാ മുക്തോ ഗംഗാംഭസ്ഥൈവ ദ്വിപ. ത്വം ഹി ന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവത കേവലാത്മനാ. ശ്രീഭഗവാനുവാച യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസാ പൃഷ്ടസഭാജിതപ്രാഹ പ്രശ്രയാവനതം ദ്വിജ. ബ്രാഹ്മണ ഉവാച സന്ധി മേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാ യതോ ബുദ്ധിമുപാദായ മുക്തോടാമീഹതാച്ഛൃണു. പൃഥിവീ വായുരാകാശാപോഗ്നിശ്ചന്ദ്രമാരവി കപോതോ അജഗര സിന്ധു പതംഗോ മധുകൃദ്ഗജ. മധുഹാഹരിണോ മീന പിംഗളാകുരരോദ്ഭക കുമാരീശരകൾ സർപ്പ ഊർണനാഭി സുപേശകൾ. ഏതേ മേ ഗുരവോ രാജംശ്ചതുർവിംശതിരാശ്രിത ശിക്ഷാവൃത്തിഭിരേതേഷാമന്വശിക്ഷമിഹാത്മന. യതോ യദനുശിക്ഷാമി യഥാ വാ നാഹുഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്ര നിബോധ കഥയാമി തേ. ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈ തദ്വിദ്വാൻ ന ചലേന്മാർഗാദന്വശിക്ഷം ക്ഷിതേർവൃതം. ശശ്വൽ പരാർത്ഥ സർവേഹ പരാർത്ഥേകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂഭൃത്തോ നഗശിഷ്യ പരാത്മതാം. പ്രാണവൃത്യൈവ സന്തുഷ്യേർമുനിർനൈവേന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാഭഗീര്യേത വാങ്മന. വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവതാ ഗുണദോഷവ്യപേതാത്മാ ന വിഷജ്യേത വായുവൽ. പാർത്ഥിവേഷ്വിഹ ദേഹേഷു പ്രവിഷ്ടസ്തദ്ഗുണാശ്രയ ഗുണൈർന യുജ്യതേ യോഗി ഗന്ധൈർവായുരിവാത്മദൃക്. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാർത്ഥഭാവേന സമന്വയേന വ്യാപ്ത്യാവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേൽ. തേജോപന്നമയേർഭാവേർമേഘാദ്യൈർവായുനേരിതൈ ന സ്പൃശ്യതേ നഭസ്തദ്വൽ കാലസൃഷ്ടൈർഗുണൈ പുമാൻ.
സ്വച്ഛ പ്രകൃതിതസ്നിഗ്ധോ മാധുര്യസ്തീർത്ഥഭൂർനൃടാം മുനിപുനാത്യപാം മിത്രമീക്ഷോപസ്പർശകീർത്തനൈ തേജസ്വീ തപസാ ദീപ്തോ ദുർധർഷോദരഭാജന സർവഭക്ഷോഭിയുക്താത്മാനാദത്തേ മലമഗ്നിവൽ ക്വചിച്ഛന്ന ക്വചിൽ സ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭു പ്രവിഷ്ടയ്യതേ തത്തൽ സ്വരൂപോഗ്നിരിവൈധസി വിസർഗാദ്യാശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മന കലാനാമിവ ചന്ദ്രസ്യ കാലേനാവ്യക്തവർണ്ണന കാലേന ഹ്യോഘവേഗേന ഭൂതാനാം പ്രഭവാപ്യയൗ നിത്യാവപി ന ദൃശ്യേതേ ആത്മനോഗ്നേർയഥാർച്ചിഷാം ഗുണൈർ ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി നതേഷു യുജ്യതേ യോഗി ഗോഭിർഗ ഇവ ഗോപതി ബുദ്ധ്യത്തെ സ്വേന ഭേദേന വ്യക്തിസ്ഥൈവ തദ്ഗത ലക്ഷ്യത്തെ സ്ഥൂലമതിഭിരാത്മാ ചാവസ്ഥിതോർക്കവൽ നാതിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യ ക്വാപി കേനചിൽ കുർവൻ വിന്ദേത സന്താപം കപോത ഇവ ദീനധി കപോത കശ്ചനാരണ്യേ കൃതനീഡോ വനസ്പദൗ കപോത്യാ ഭാര്യയാ സാർത്ഥം ഉവാസ കതിചിൻ സമാ കപോതൗ സ്നേഹഗുണിതഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യാംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാ ബബന്ധതു ശയ്യാസനാടനസ്ഥാനവാർത്താ ക്രീഡാശനാദികം മിഥുനീഭൂയ വിസ്രബ്ധൗ ചേരദുർവനരാജിഷു യം യം വാഞ്ഛതി സാരാജം സ്തർപ്പയന്ത്യനുകമ്പിത തം തം സമനയൽ കാമം കൃച്ഛ്രേണാപ്യജിതേന്ദ്രിയ കപോതി പ്രഥമം ഗർഭം ഗൃഹ്ണതി കാലാഗതേ അണ്ഡാനി സുഷുവേ നീടേ സ്വപത്യു സന്നിധൗ സതി തേഷു കാലേ വ്യജായന്താരിചിതാവയവാഹരേ ശക്തിഭിർദുർവിഭാവ്യാഭി കോമളാംഗതനൂരുഹ പ്രജാ പുപുഷതു പ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തൗ കൂജിതാം താസാം നിർവൃതൗ കളഭാഷിതൈ താസാം പതത്രൈ സുസ്പർശൈ കൂജിതൈർമുഗ്ധചേഷ്ടിതൈ പ്രത്യുഗ്മൈരദീനാനാം പിതരോ മുദമാപതു സ്നേഹാനുവിദ്ധഹൃദയാവന്യോന്യം വിഷ്ണുമായയാ വിമോഹിതോ ദീനധിയോ ശിശൂൻ പുപുഷതു പ്രജാ ഏകദാ ജഗ്മതുസ്താസാമന്നാർത്ഥം തൗ കുടുംബിനൗ പരിത കാനനേ തസ്മിന്നർദ്ധിനൗ ചേരതുശ്ചിരം ദൃഷ്ട്വാ താം ലുബ്ധക കശ്ചിൽ യദൃച്ഛാതോ വനേചര ജഗൃഹേ ജാലമാദത്യാചരതസ്വാലയാന്തികേ കപോതശ്ച കപോതീ ച പ്രജാപോഷേ സദോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീഡമുപജഗ്മതു കപോതീ സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താനഭ്യധാവൽ ക്രോശന്തി ക്രോശതോ ഭൃഷദുഃഖിത സാ സകൃൽ സ്നേഹഗുണിതാ ദീനചിത്താജമായയാ സ്വയം ചാബധ്യതശിചാ ബദ്ധാൻ പശ്യന്ത്യപസ്മൃതി കപോതശ്ചാത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികാൻ പ്രിയാൻ ഭാര്യാം ചാത്മസമാം ദീനോ വിലലാപാതി ദുഃഖിത അഹോ മേ പശ്യതാവായമൽപപുണ്യസ്യ ദുർമതേ അതൃപ്തസ്യാകൃതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹത അനുരൂപാനുകൂലാചായസ്യ മേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ത്യജ്യ പുത്രൈശ്വര്യാദിസാധുഭി സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതദാരോ മൃതപ്രജ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിത താംസ്തഥൈവാവൃതാൻ ശിഗ്ഭിർമൃത്യുഗ്രസ്താൻ വിചേഷ്ടത സ്വയം ച കൃപണശിക്ഷു പശ്യന്യപ്യബുധോപതൽ തം ലബ്ധ്വാ ലുബ്ധക ക്രൂര കപോതം ഗൃഹമേധിനം കപോതകാൻ കപോതിം ച സിദ്ധാർത്ഥ പ്രയയൗ ഗൃഹം ഏവം കുടുംബ്യശാന്താത്മാ ദ്വന്ദ്വാരാമപദത്രിവൽ പുഷ്ടൻ കുടുംബം കൃപണ സാനുബന്ധോ വസീതതി യപ്രാപ്യ മാനുഷം ലോകം
മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവൽ സക്തസ്തമാരൂഢച്യുതം വിദു. ശ്രീഹരേ നമ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ അവധൂതോപാഖ്യാനം നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 773 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശസ്കന്ധം 7ാമത്തെ അധ്യായം അത് നമ്മൾ പാരായണം ചെയ്തു. അതിൽ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. ഉദ്ധവന്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി. ഉദ്ധവം സമഭാഷത. തൻ്റെ ഭൃത്യനായ തൻ്റെ ഭക്തനായ ഉദ്ധവനോട് ദേവകീപുത്രനായിരിക്കുന്ന ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാണ് 6ാമത്തെ അധ്യായം സമർപ്പിച്ചത്. 7ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വാക്കുകൾ യഥാധമാം മഹാഭാഗ തച്ചികീർഷിതമേവമേ ബ്രഹ്മ ഭവോ ലോകപാല സർവാസം മേഭികാംക്ഷിണ. മഹാഭാഗ മഹാഭാഗ്യശാലിയായിരിക്കുന്ന ഉദ്ധവ. മാം യത് ആദ്ധ എന്നോട് എന്താണോ നീ പറഞ്ഞത്. തത് മേ ചികീർഷിതം ഏവ അത് എൻ്റെ ചെയ്യാനുള്ള ആഗ്രഹം തന്നെയാണ്. അത് ഞാൻ ചെയ്യുക തന്നെയാണ്. ബ്രഹ്മ ഭവ ലോകപാലാഹ ബ്രഹ്മാവും ശിവനും ലോകപാലന്മാരും മേ സ്വർവാസം എൻ്റെ ആ വൈകുണ്ഠവാസത്തെ അഭികാംക്ഷിണ അവരൊക്കെ ആഗ്രഹിക്കുന്നു. ഭാഗ്യശാലിയായ ഉദ്ധവ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മഹാഭാഗ ഈ കുലത്തെ യാദവ് കുലത്തെ സംഹരിച്ച് ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുകയാണോ എന്നൊരു സംശയം ഉദ്ധവ നിനക്കുണ്ടായില്ലേ? അത് ആ സംശയം ശരി തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുക തന്നെയാണ്. അത് ബ്രഹ്മാവും മഹാദേവനും ലോകപാലന്മാരും ഒക്കെ ഞാൻ ആ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നു. മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷത യദർത്ഥം അവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിത. ബ്രഹ്മണ അർത്ഥിത ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ടാണ്. അംശേന യദർത്ഥം ബലരാമനോടുകൂടി എൻ്റെ അംശമായ ബലരാമനോടുകൂടി എന്തിനു വേണ്ടിയാണോ ഞാൻ ഈ ഭൂമിയിൽ അഹം അവതീർണ ഞാൻ അവതരിച്ചത്. ദേവകാര്യം അശേഷത മയാ നിഷ്പാദിതം ദേവന്മാരുടെ കാര്യം മുഴുവൻ അശേഷത ഒന്നും ബാക്കിയില്ലാതെ മയാ നിഷ്പാദിതം എന്നാൽ നടത്തപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എൻ്റെ അവതാരോദ്ദേശങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ഞാൻ അവതരിച്ചു. ഭൂമിയുടെ ഭാരം തീർക്കുക എന്നുള്ളതാണ് എൻ്റെ അവതാരോദ്ദേശം. അത് പൂർത്തിയായിരിക്കുന്നു. പിന്നെ കുലം വൈ ശാപനിർദഗ്ധം നങ്ഷ്യത്യന്യോന്യ വിഗ്രഹാൽ സമുദ്ര സപ്തമേന്യേതാം പുരീം ച പ്ലാവയിഷ്യതി. കുലം വൈ ഈ കുലവും യാദവ് കുലം വംശവും ശാപനിർദഗ്ധം ശാപം കൊണ്ട് നഷ്ടപ്രായമായി അന്യോന്യ വിഗ്രഹാൽ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഷണ്ഡ കാരണം നങ്ഷ്യതി അത് നശിക്കും. സപ്തമേ അന്ഹി 7ാമത്തെ ദിവസം ഏതാം പുരീം ഈ ദ്വാരകാപുരിയെ സമുദ്ര പ്ലാവയിഷ്യതി സമുദ്രം മുക്കുകയും ചെയ്യും. ഭൂമിഭാരം തീർന്നു. പക്ഷേ യാദവ് കുലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാനുള്ളത് കൊണ്ടാണ് അവർക്ക് അഹങ്കാരം പ്രകടമായി നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കാത്തത്. എന്നാൽ ഞാൻ സ്വധാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം ഭൂമിക്ക് വീണ്ടും
ഭാരമായിട്ട് തീരും. അപ്പോ ആ അഹങ്കാരം, ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ഇവരുടെ അഹങ്കാരം ഇപ്പോ ഏകദേശം വിപ്രശാപം കൊണ്ട് നശിച്ചതുപോലെയായി. ഇനി ഇവര് അന്യോന്യം ആ യുദ്ധം ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ദേഷ്യം കാരണം അവർ നശിക്കും. അപ്പോ 7ാമത്തെ ദിവസം സമുദ്രത്തിലെ ജലം വർദ്ധിക്കും. ആ ജലത്തിനടിയിലേക്ക് ദ്വാരക ആഴ്ന്നു പോവുകയും ചെയ്യും. യർഹേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗള ഭവിഷ്യത്യജിരാൽ സാധോ കലിനാപി നിരാകൃത. യർഹി ഏവ, എപ്പോൾ ആണോ ഈ ലോകം മയാ ത്യക്ത, എന്നാൽ ഉപേക്ഷിക്കപ്പെടുന്നത്, അപ്പോ അയം ഈ ലോകം, അയം ലോകഃ ഈ ലോകം, നഷ്ടമംഗള നശിച്ച മംഗളത്തോടുകൂടി, നശിച്ച കല്യാണത്തോടു കൂടിയതായി മാറും. അപ്പോ സാധോ, ഹേ സാധുവായുള്ള ഉദ്ധവ, അചിരാത് ഉടനെ തന്നെ, കലിന അപി കലിയാലും, നിരാകൃത ഭവിഷ്യതി ആക്രമിക്കപ്പെടും, നിതരാം ആക്രമിക്കപ്പെടുന്നതായി, എപ്പോഴും ആക്രമിക്കുന്നതായി മാറുകയും ചെയ്യും. നീ സജ്ജനമാണ്, നീ സാധുവാണ്, നിനക്കൊരിക്കലും അപായം ഉണ്ടാവില്ല. ഞാൻ സ്വധാമത്തിലേക്ക് പോയാലും ഇവിടെ കലി ബാധിച്ചാലും ഈ ലോകം നഷ്ടമംഗളമായി തീരുക ചെയ്യുമെങ്കിൽ പോലും നീയെ വിഷമിക്കേണ്ട. നീ ആരാണ്? നീ സാധുവാണ്, സജ്ജനമാണ്, നിനക്കൊരിക്കലും അപായം ഉണ്ടാവില്ല. നമസ്തവ്യം ത്വയൈവേഹാമയാ ത്യക്തേ മഹീതലേ ജനോധർമ്മരുചിർഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. മയാ മഹീതലേ ത്യക്തേ, എന്നാൽ ഭൂതലം ഉപേക്ഷിക്കപ്പെടുമ്പോ, കലൗ യുഗേ ഈ കലിയുഗത്തിൽ, ജനം അധർമ്മരുചി ഭവിഷ്യതി അധർമ്മത്തിൽ താല്പര്യമുള്ളവരായിട്ട് മാറും. അപ്പോ ഭദ്ര, ഹേ സാധോ മംഗളസ്വരൂപ, ത്വയാ ഇഹ നവസ്തവ്യം, നീ ഇവിടെ താമസിക്കാൻ യോഗ്യനല്ല. ഞാൻ ഈ ലോകത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ കലിയുഗം ആരംഭിക്കും. കലിയിൽ ജനങ്ങൾക്ക് അധർമ്മത്തിൽ താല്പര്യം ഉണ്ടാവും. എൻ്റെ ഭക്തനായതുകൊണ്ട് നിനക്ക് അധർമ്മത്തിൽ താല്പര്യം ഉണ്ടാവില്ല. അധർമ്മിഷ്ഠന്മാരുടെ ഇടയിൽ നിൽക്കുക എന്നുള്ളത് നിനക്ക് ഒരിക്കലും അത് യോജിച്ചതല്ല. അത് നിനക്ക് സങ്കടത്തിന് കാരണമാവും. അതുകൊണ്ട് നീ ഇവിടെ താമസിക്കരുത്. നീ എന്തു ചെയ്യണം? ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃഗ് വിചരസ്വഗാം. ത്വം തു നീയോ സ്വജനബന്ധുഷു സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹത്തെ സർവം പരിത്യജ്യ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട്, മന മയി ആവേശ്യ മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ചിട്ട്, സമദൃക് സമദൃഷ്ടിയോടുകൂടി, സമ്യക്ക് ദുഃഖം ഇല്ലാതെ, ഗാം വിചരസ്വ ഈ ഭൂമിയിൽ സഞ്ചരിക്കൂ. സ്വന്തം ജനങ്ങളിലും ബന്ധുക്കളിലും കൂട്ടുകാരിലും ഒക്കെ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം മുഴുവൻ ഉപേക്ഷിക്കണം. എന്നിട്ട് ആ സ്നേഹം ആരിലേക്ക് വെക്കണം? ഭഗവാനിലേക്ക് തിരിച്ചു വെക്കുക. എല്ലാത്തിലും ഭഗവാൻ തന്നെ എന്ന ആ ജ്ഞാനം, എല്ലാത്തിലും എന്നെ തന്നെ കണ്ടുകൊണ്ട് സമദൃഷ്ടിയോടുകൂടി ഭൂമിയിൽ സഞ്ചരിക്കുക. ഒരു ദിക്കിലിരിക്കുക വേണ്ട എന്നാണ്. കാരണം ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ സ്ഥലത്തിനോട്, അവിടെയുള്ള ആളുകളോടൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും മമതയും ഉണ്ടാവും. ഇതൊക്കെ വളരെ കൃത്യമാണ്. നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ഗൃഹത്തിനോട്, നമ്മുടെ നാടിനോട്, നമ്മുടെ ആ പ്രദേശത്തിനോട്, നാം ഇരിക്കുന്ന മുറിയോട്, നാം കിടക്കുന്ന കട്ടിലിനോട് എന്ന് വേണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന ജഡമായ വസ്തുക്കളിൽ പോലും നമുക്ക് സ്നേഹവും മമതയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതില്ലാതെയാവാൻ എന്ത് വേണം? ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം ഈശ്വരനാണ് എന്ന ഭാവത്തിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുക. അതാണ് പറയണത്. അപ്പൊ ഒരു ഭക്തൻ ഒരു സഞ്ചാരിയാവണം എന്ന് പറയുന്നു. എവിടേക്കൊക്കെയാ പോകേണ്ടത്? ഭഗവാന്റെ നാമം ജപിച്ചും കൊണ്ട് ഭഗവത് ഭക്തന്മാരെ കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുക. അവിടെ പോലും സ്ഥിരമായി നിൽക്കരുത്. ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ ഒരിക്കലും അധപ്പതനം ഉണ്ടാവില്ല. പക്ഷേ അവിടെ പോലും ഭഗവാന്റെ മായയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞു പോയേക്കാം ചിലപ്പോ. കാരണം നമ്മളിൽ അഹന്തയും മമതയും ഒക്കെ ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് ഏകത്ര വസിക്കാതെ
സർവത്ര വസിച്ചുകൊണ്ട് അവിടെ സഞ്ചരിക്കുക. അപ്പൊ എല്ലാത്തിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നായതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആൾക്ക് ഒരു ദിക്കിൽ തന്നെ ഇരിക്കണം എന്ന തോന്നൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആവശ്യവും ഉണ്ടാവില്ല എന്ന് ഭഗവാനിത പറയുന്നു. ഭഗവാന്റെ മറ്റ് മറുപടികൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. വളരെ വിശദമായിട്ടുള്ള ഭാഗങ്ങളാണ് അത്. ഓരോ ദിവസവും പരമാവധി മനസ്സിരുത്തി വളരെ കുറച്ച് മാത്രം, ഒരു 4-5 ശ്ലോകങ്ങൾ മാത്രം ഭഗവാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 7ാമത്തെ ശ്ലോകം മുതൽ 7ാമത്തെ അധ്യായം, ഏകാദശ സ്കന്ധം 7ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകം മുതൽ നാളെ നമുക്ക് അനുസ്മരിക്കാം. അതിന് ഭഗവാൻ ശക്തിയും ഭക്തിയും തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഈ അക്ഷരപ്പൂക്കളെ പൊന്നുഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമന
വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.